സംസ്ഥാന വഖഫ് ബോർഡ് ഇന്ന് യോഗം ചേരുകയാണ്. കൊച്ചിയിലെ ബോർഡ് ആസ്ഥാനത്ത് രാവിലെ 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. മുൻപത്തെ ഭൂമി വഖഫ് അല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം ആദ്യമായാണ് യോഗം ചേരുന്നത്. AT അശ്വതി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അശ്വതി, ഈ വഖഫ് ബോർഡ് യോഗം ചേരുകയാണ്. ഹൈക്കോടതി വിധിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു യോഗമാണ് ചേരേണ്ടത്. ഇനിയുള്ള നടപടികൾ തീർച്ചയായും ഈ യോഗത്തിൽ ചർച്ചയാകേണ്ടതുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ തന്നെയാണോ ഇന്നത്തെ യോഗത്തിലുള്ളത്? അഖില, ഇന്നത്തെ യോഗത്തിൽ ഈ വഖഫ് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജണ്ടയിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അത് കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ഹൈക്കോടതി വിധി എന്നുള്ളത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് മാറ്റിയിരിക്കുന്നത്. അത് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, മൊത്തത്തിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പരാമർശത്തിൽ ഉണ്ട്. ഈ ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭൂമി തങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ താനിരിക്കുന്ന ജഡ്ജസ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ കോടതി പോലും ഒരുപക്ഷെ നാളെ വഖഫിൻ്റേതാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ താജ്മഹലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള കെട്ടിടങ്ങളും എല്ലാം വഖഫിൻ്റേതാണെന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊക്കെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. അത്രയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വഖഫ് അല്ലാതായി മാറി എന്നതാണ് കോടതിയുടെ സുപ്രധാനമായ ഒരു നിരീക്ഷണം. കാരണം അത് വഖഫ് ഭൂമികൾ തിരികെ പിടിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അർദ്ധ ജുഡീഷ്യൽ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ വഖഫ് ബോർഡിൻ്റെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇതിൽ വഖഫ് സംരക്ഷണ വേദി അങ്ങനെ ഒരു സംഘടനയാണ്, കൊച്ചിയിൽ തന്നെയുള്ള സംഘടനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരാണ് ഇതിനെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു വിമർശനങ്ങളും ഒപ്പം തന്നെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അക്കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അത്തരം സംഘടനകളെ അനുനയിപ്പിക്കാനും ഏത് രീതിയിലാണ് തുടർ നടപടികൾ വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനൊക്കെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ മുനമ്പത്തെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കുമുള്ള സാധ്യത കൂടി വിഷയത്തിലുണ്ട്. അഖില, ശരി. AT അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.